നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ജയ, ഈ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയൊക്കെ പറയുന്നത് ജയചേച്ചിയൊക്കെ ഒരു സമരം ചെയ്യണം ഈ തരൂരിന്റെ ഓഫീസിലേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ തരൂരിനോട് വിരോധം ഉണ്ടെങ്കിൽ അത് പ്രകടമാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഒരു BJP കാരന്റെ ഉപദേശം എനിക്ക് വേണ്ട. ഇവിടെ ഒരു BJP കാരനുണ്ട്, എന്റെ ഭർത്താവ്. ഫുൾ ടൈം അദ്ദേഹത്തിന്റെ ഉപദേശവും കേട്ടിരിക്കാം. പിന്നെ പിന്നെ എനിക്ക് വേണ്ട അദ്ദേഹത്തിന്റെ ഉപദേശം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആർക്കെങ്കിലും കൊടുത്തേക്കാൻ പറ, എനിക്ക് വേണ്ട. അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും എന്തായാലും. ഭയങ്കര കുരുത്തക്കേടുകൾ അങ്ങനെ വർത്താനമായിട്ട് പറഞ്ഞുകൂടല്ലോ. അന്ന് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. പുള്ളി വിശ്വസിക്കുന്ന പാർട്ടിയെ കുറിച്ച് പുള്ളിക്ക് അഭിമാനം ഉള്ളത് പോലെ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്ന് കണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല കിരണേ. പുള്ളി നല്ല കാര്യം. അത് അങ്ങനെ തന്നെ നല്ല മറുപടി തന്നെയാണ് കൊടുത്തത് അദ്ദേഹത്തിന്. ആ രീതിയിൽ തന്നെയുള്ള മറുപടി തന്നെയാണ്. അതുപോട്ടെ, നമുക്കപ്പോ ഈ വിഷയത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഈ തരൂർ നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കിയാണ്? കിള്ളിപ്പാലം അല്ല കേട്ടോ, സോറി കിരൺ, ജയ കിള്ളിപ്പാലം അല്ല, ജയ കൊല്ലമാണ്. അയ്യോ, അത് തെറ്റി ആരോ എഴുതിയതാണ്. അത് അവിടെ അവരിപ്പോ തന്നെ തിരുത്തിയേക്ക്. അല്ലെങ്കിൽ രവീന്ദ്രനെ പോലുള്ളവർക്കൊക്കെ തെറ്റിദ്ധാരണ വരും, വേറെ ജയാന്ന് വിചാരിക്കും. ഇല്ല ഇല്ല, തെറ്റിദ്ധാരണ. ശബ്ദം കേട്ടാൽ തന്നെ അറിയാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം, പറഞ്ഞോളൂ. ശശി തരൂരിന് ഇപ്പൊ നമുക്ക് BJPയുടെ ഒരു തുറുപ്പുകുലാനായിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വിശ്വപൗരനാണ്. അദ്ദേഹത്തിന് അറിയാം ഏത് രീതിയിൽ പ്രവർത്തിക്കണം. പുള്ളിയെ വിളിച്ചു, പുള്ളി പോയി. ഇപ്പൊ ശരിക്കും അവര് വെറും മന്ദബുദ്ധികളാണ് ഈ നമ്മള് രാജ്യം ഭരിക്കുന്നവര്. കാരണം ഈ പ്രതിപക്ഷ നേതാവിനെ പിന്നെ ഉപേക്ഷിച്ചാല് അവർക്ക് നല്ലത് കിട്ടുമെന്നാ അവരുടെ വിചാരം. പക്ഷെ അത് തെറ്റിപ്പോയി. അവർക്ക് പുള്ളിയെ വിളിച്ചില്ലെന്നും അല്ല, അതിനകത്തൊരു ചോദ്യം, രാഹുൽ ഗാന്ധിയെ വ്യക്തി എന്ന നിലയ്ക്കല്ല, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത ഒരു ചടങ്ങിൽ ആ പാർട്ടിയുടെ ഒരു MPയെ ക്ഷണിക്കുമ്പോൾ അത് ആ പാർട്ടിയോട് അപമാനിക്കലാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ സെക്രട്ടറിയെ ക്ഷണിക്കേണ്ട ഒരു ചടങ്ങിലേക്ക് ആ പാർട്ടിയുടെ താഴത്തെ കമ്മിറ്റിയിലെ ഒരാളെ ക്ഷണിക്കുന്ന പോലെ തന്നെയാണ്. അതൊരു അപമാനകരമായ നിലപാടാണ്. കോൺഗ്രസിനെ അപമാനിക്കലാണ്. നിങ്ങളുടെ പ്രധാന ആൾ വന്നില്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ അവിടെ തരൂരിനെ കൊണ്ടുവന്നു, ഞങ്ങളുടെ പരിപാടിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ പോകാതിരിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയല്ലേ? തീർച്ചയായിട്ടും ഒരു പിന്നെ ബുദ്ധി വികാസിക്കാത്ത ഒരാളിനെ പോലെയാണ് പുള്ളി പെരുമാറുന്നത്. പുള്ളി വിശ്വപൗരനാണ് പറയുന്നത്. പക്ഷെ എന്തോ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാൻ അത്ര അറിവാളിയല്ല. അതുകൊണ്ട് സോറി കിരണേ. പിന്നെ പുള്ളി പോയത് തെറ്റ് തന്നെയാണ്. പിന്നെ രാഹുൽ ഗാന്ധിയെ അവജ്ഞയോടെയാണ് കാണുന്നത്. അത് നമുക്ക് കോൺഗ്രസ്സുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് അടുത്ത ഇലക്ഷനൊക്കെ പ്രതിപാദിക്കാൻ പറ്റുന്നെങ്കിൽ പ്രതിപാദിക്കാം. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ എവിടുന്ന ഒരു പുള്ളി വിളിച്ചത് രവീന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു BJP കാരൻ എന്ന നിലയ്ക്ക് അവര് കോൺഗ്രസിനെതിരെ ഒരു നിങ്ങൾ സ്ഥിരമായി കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഒരു ആരോപണം ഉന്നയിച്ചു. അത് നമ്മൾ മറുപടിയും കൊടുത്തു. അത് അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി എടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ 24 മണിക്കൂർ ഞാനൊരു BJP കാരന്റെ കൂടെ ഇവിടെ കഴിയുന്നത്. ഞാനും പുള്ളിയുടെ മോനും, അതായത് എന്റെ മോനും പാക്ക മരുമോളും BJP കാരാണ്. ഇവരുടെ 3 പേരുടെയും കൂടെ മറ്റവർ രണ്ടും കോൺഗ്രസിന്റെ ഒരു അവസ്ഥയാണല്ലേ? അതെ, വീട്ടിൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥയാണല്ലേ? 4 ചുറ്റും BJP കാർ നിൽക്കുകയാണ്, അതിനോട് പോരാടി ധീരമായി നിൽക്കുകയാണല്ലേ? ഞാൻ നല്ലതുപോലെ സംസാരിക്കും. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഞാൻ പുള്ളിക്ക് നല്ലത് കൊടുക്കും. പക്ഷെ പുള്ളിയാണ് മേലെ നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിലൊന്നും പേടിയില്ല. പുള്ളിയോട് എനിക്ക് വിഷമവും ഇല്ല, വിരോധവും ഇല്ല. വീട്ടിൽ തന്നെ ഒരു ജനാധിപത്യ രീതിയിലുള്ള പോരാട്ടം നയിക്കുന്നതിന് എന്തായാലും കൊള്ളാം. ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണം. ശ്രീമതി സിന്ധു ആണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീമതി സിന്ധു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂര് യഥാർത്ഥത്തിൽ ഈ മനഃപൂർവ്വമായി കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണോ നീങ്ങുന്നത്? ഒരിക്കലുമല്ല. അദ്ദേഹം പിന്നെ നല്ല അറിവുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ പറഞ്ഞോളൂ സിന്ധു. ഒരുപക്ഷെ പിന്നെ കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കോൺഗ്രസിന് വലിയൊരു നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ബാധ്യതയായിട്ട് നിൽക്കല്ലേ? ഒരിക്കലുമില്ല. അദ്ദേഹം ഒരു ഭാരത പൗരനല്ലേ. അപ്പൊ ഭാരതത്തില് നടക്കുന്ന നല്ല കാര്യങ്ങളെ സിന്ധു, അത് ഒരു രാജ്യത്തിന്റെ തലവൻ ഇന്ത്യയിൽ വരുമ്പോൾ സാധാരണഗതിയിൽ അത്താഴ വിരുന്നൊക്കെ നടക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ കൂടെ ക്ഷണിക്കുക എന്നുള്ളത്, അതായത് ചർച്ചയ്ക്കൊക്കെ ക്ഷണിക്കുക. അത് ഈ ഇന്ത്യയെ മാത്രമല്ല, പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു കീഴ്വഴക്കമാണ്. ഒരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തെ ഒന്നായി നിന്നുകൊണ്ട് കാണുക എന്നുള്ളത്.
അതിന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് തരൂരിനെ ക്ഷണിക്കുമ്പോൾ അത് ഈ ഡിപ്ലോമാറ്റിക് രീതികളും തൻ്റെ പാർട്ടിയെ അപമാനിക്കാനാണ് തന്നെ ക്ഷണിച്ചതെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളല്ലല്ലോ തരൂർ. അങ്ങനെ ഒരാൾ അവിടെ പോകുമ്പോൾ അത് ആ സ്വന്തം പാർട്ടിയോടും ചെയ്യുന്നൊരു വലിയ വഞ്ചനയല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹം പിന്നെ ഭാരത പൗരനാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ ക്ഷണിച്ച സ്ഥിതിക്ക് അദ്ദേഹം പോകുന്നു. അതിന് നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ. ക്ഷണിക്കേണ്ട ആളുകളെ ക്ഷണിക്കാതെ അതിന് പകരമായി നിൽക്കുന്ന ആളുകളെ ക്ഷണിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കണ്ടേ അത് തന്നെ അപമാനിക്കലാണെന്നുള്ളത്? അത് അറിവുള്ളവര് അല്ലേ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അറിവുണ്ടായിട്ട് അറിവില്ലാത്തത് കൊണ്ടല്ല തരൂർ അങ്ങനെ ചെയ്യുന്നത്. തരൂർ അറിഞ്ഞുകൊണ്ട് തെറ്റിയെന്ന്. അറിവില്ലാത്തവരാണെങ്കിൽ തെറ്റിയെന്ന് നമുക്ക് ക്ഷമിക്കാം. പക്ഷെ തരൂർ അങ്ങനെയല്ല. ഈ കാര്യത്തെ കുറിച്ചൊക്കെ ആഴത്തിൽ അറിവുള്ള തരൂർ തന്നെയല്ലേ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും അവഹേളിക്കാൻ വേണ്ടി തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? ഒരിക്കലും അല്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതെന്താണെന്നാണ് എന്റെ സംശയം. അതിന് ഭാരതത്തിലുള്ള ഒരു ഭാരത പൗരൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭാരത പൗരൻ എന്ന നിലയ്ക്കൊന്നും അല്ല അദ്ദേഹത്തെ വിളിച്ച. കോൺഗ്രസിന്റെ എം പി ആയിട്ട് ജയിച്ച ആളല്ലേ. ആ പാർട്ടിയോട് അദ്ദേഹത്തിന് കൂറുവേണ്ടേ? കൂറുണ്ടല്ലോ, അതോടൊപ്പം പിന്നെ രാജ്യത്തോടും കൂറുണ്ടല്ലോ. അല്ല ആയിക്കോട്ടെ, ആരോട് കൂടെ ഉണ്ടായാലും ആ പാർട്ടിയുടെ നേതാക്കളെ ക്ഷണിക്കാതെ അവഗണിക്കുമ്പോൾ അവിടെ പോയി വിരുന്നുണ്ണാൻ പോയി ഇരിക്കുക എന്നുള്ളതല്ലല്ലോ മര്യാദ. വിരുന്നുണ്ണാൻ എന്ന് പറയുന്നില്ല, ആധികാരികമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും